ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് വേരിയബിൾസ് ഫോർമുല ഫോർ ഡബിൾ ഇൻ്റഗ്രൽ. അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ചില ഡബിൾ ഇൻ്റഗ്രൽ പ്രോബ്ലംസൊന്നും ഡയറക്റ്റ് നമുക്കത്ര എളുപ്പത്തിന് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മൾ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട് എക്സാമിനേഷന്. ഓക്കെ, അതുകൊണ്ട് കാര്യമായിട്ട് മനസ്സിലാക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നൊരു ഹോംവർക്കിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഫൈൻഡ് ദി ജക്കോബിൻ ആർ തീറ്റ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ആൻസർ ആർ സ്ക്വയർ എന്നാണ് ഞാൻ തന്നത്. ആർ സ്ക്വയർ അല്ല, ആൻസർ ആറാണ് കേട്ടോ, ആർ. ഓക്കെ, ഇതിപ്പം ഈ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ആറെന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അന്നേരം ഇതിനൊന്ന് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഡി എ വേർ ആർ ഈസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. ഈ ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ഇവിടെ 4 ലൈൻസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 4 ലൈൻസ്. എല്ലാത്തിൻ്റെയും ഡിഗ്രി 1 ആണല്ലോ. ഡിഗ്രി 1 ആകുമ്പോൾ ഇത് ലൈൻ്റെ ഇക്വേഷൻ ലൈൻ വരയ്ക്കാനറിയാമല്ലോ. എക്സിന് 0 കൊടുക്കുക, വൈക്ക് ഒരു വാല്യൂ കിട്ടും. വൈക്ക് 0 കൊടുക്കുക, എക്സിന് ഒരു വാല്യൂ കിട്ടും. ആ പോയിൻറ്റ് മാർക്ക് ചെയ്യുകയോ നീട്ടി വരയ്ക്കുകയോ. അതുകൊണ്ടൊക്കെ 4 കൂടെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ റീജിയൻ കിട്ടും. ഇതാണ് നമ്മളുടെ റീജിയൻ. ഈ റീജിയൻ വെച്ചിട്ട് തന്നിരിക്കുന്ന ഡബിൾ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണം. പോസിബിൾ അല്ല, അത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ സ്ട്രിപ്പ് വരയ്ക്കാനൊന്നും പറ്റത്തില്ല. കാര്യം ഇവിടെ 4 കോർണർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 കോർണർ മാത്രമല്ല, ഒരു വല്ലാത്ത പൊസിഷനിലാണ് കിടക്കുന്നത്. 4 കോർണറിൻ്റെ അതല്ല പ്രശ്നം. കോർണർ നേരെയാണ് ഈ റെക്റ്റാങ്കിൾ വന്നിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഇവിടെ സ്ട്രിപ്പ് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചേഞ്ച് ഓഫ് വേരിയബിൾ യൂസ് ചെയ്യുന്നതാണ് എളുപ്പം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിന് അത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തെഴുതി. ചേഞ്ച് ഓഫ് വേരിയബിൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ഒരേപോലത്തെ ടേമിന് ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ എക്സ് മൈനസ് വൈ എന്ന് വന്നിരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ എന്ന് വന്നിരിക്കുന്നുണ്ടോ. ഇതിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് യു എന്ന് കൊടുക്കുക, ഏതെങ്കിലും ഒരെണ്ണത്തിന് വി എന്ന് കൊടുക്കുക. ഏതിന് വേണമെങ്കിലും കൊടുക്കാം, അത് അവരൊരിഷ്ടം. എക്സ് മൈനസ് വൈക്ക് യു എന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈക്ക് വി എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ നേരെ തിരിച്ചു. ഞാനിവിടെ എക്സ് പ്ലസ് വൈക്ക് യു എന്ന് കൊടുത്തു, എക്സ് മൈനസ് വൈക്ക് വി എന്ന് കൊടുത്തു. ഓക്കെ, അത് ഇക്വേഷൻ 1 കൊടുക്കുന്നു. ഇക്വേഷൻ 1 കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ആ ഇക്വേഷൻസ് എങ്ങനെ മാറും? ഇതിന് ഞാനിപ്പം വി എന്നല്ലേ കൊടുത്തത്, വി ഈക്വൽ ടു 0, വി ഈക്വൽ ടു 1, ഇത് യു ഈക്വൽ ടു 1, യു ഈക്വൽ ടു 0. ഓക്കെ, അത്തരത്തിൽ ഇക്വേഷൻ മാറും. യു വി പ്ലെയിനിൽ ആ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിനെ യു വി പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇങ്ങനെ 4 ഇക്വേഷൻസാണ് വരുന്നത്. ഈ 4 ഇക്വേഷൻ യു വി പ്ലെയിനിൽ വരച്ചിട്ട് അതിന് ആ റീജിയനിൽ നിന്ന് ലിമിറ്റ് കണ്ടെത്തിയിട്ട് ജക്കോബിയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായിരിക്കും ഈ തന്നിരിക്കുന്ന ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. വെറും ജക്കോബിയൻ അല്ല, അതും കൂടി ആലോചിക്കണം. ജക്കോബിയൻ്റെ മോഡുലസ് ആണ്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആക്കിക്കോണം. അവിടെ മോഡുലസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം യു വി പ്ലെയിനിലെ ഫിഗർ ഇട്ട് ഈ ഡയലോഗ് നിങ്ങൾ വായിച്ചു വെച്ചാൽ മതി. ആവശ്യമുള്ളവർ എഴുതുക, വേറെ കാര്യമൊന്നുമില്ല, നിർബന്ധമൊന്നുള്ള കാര്യമല്ല. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് ഇൻ ഇത് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ ഇക്വേഷൻ 1 എന്നും പറഞ്ഞ് അങ്ങ് എഴുതിയാലും മതി. ഓക്കെ, ഇത്രയും സെൻറ്റൻസ് ഒന്നും എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അന്നേരം ഇത്തരത്തിൽ ഇക്വേഷൻസ് കിട്ടി. അന്നേരം നമ്മളുടെ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറും. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡി എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എക്സ് മൈനസ് വൈക്ക് വി എന്നല്ലേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്, വി എന്ന് കൊടുത്തു. എക്സ് പ്ലസ് വൈക്ക് യു എന്നല്ലേ കൊടുത്തിരിക്കുന്നത്, യു എന്ന് കൊടുത്തു. ഡി എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല അനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത്, മോഡുലസ് ജക്കോബിയൻ ഇൻറ്റു ഡി എ യു വി എന്ന് വരും. അതായത് ഡി യു ഡി വി എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ ജക്കോബിയൻ കണ്ടെത്തണം. ജക്കോബിയൻ കണ്ടെത്താനായിട്ട് നമ്മൾ യുവും എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ നമ്മളിലുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത അങ്ങനെയല്ലേ, എക്സ് പ്ലസ് വൈക്ക് യു എന്ന് കൊടുത്തു, എക്സ് മൈനസ് വൈക്ക് വി എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ നിന്ന് 3ഉം 4ഉം കിട്ടുമല്ലോ. ആദ്യം ഈ ഇക്വേഷൻ നമുക്ക് ജക്കോബിയൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ് ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ആയിരിക്കണം, വൈ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തതാണ്. ഓക്കെ, അന്നേരം ആദ്യം ഇത് തമ്മിൽ സോൾവ് ചെയ്യുന്നു. ആദ്യം ഇത് തമ്മിലൊന്ന് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ യു പ്ലസ് വി ഈക്വൽ ടു 2x എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, എക്സ് ഈക്വൽ കിട്ടും. ഇനി ഈ 3ഉം 4 സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എക്സിൻ്റെ ടേം ക്യാൻസലായി പോവും. യു മൈനസ് വി ഈക്വൽ ടു 2y എന്ന് വരും. അതിൽ നിന്ന് y ഈക്വൽ ടു ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ല, വൈയും കിട്ടി. അങ്ങനെ ജക്കോബിയൻ ജെ ഈക്വൽ ടു ഫോർമുല അറിയാമല്ല, എക്സ് യു എക്സ് വി, വൈ യു വൈ വി. എക്സിനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതിനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. വൈനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. വൈനെ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1/2 എന്ന് വരും. എല്ലാം കോൺസ്റ്റൻറ്റ്. വളരെ ഈസിയാണ്. ഇതാ എഴുതി ഡിറ്റർമിനൻ്റ് ഓപ്പൺ ചെയ്യാൻ അറിയാമല്ല. 1/2 × -1/2 -4
മൈനസ് വീണ്ടും 1/2 ഇൻറ്റു 1/2 -1/4 -1/4 -1/4 -2/4 അതായത് -1/2 എന്ന് വരും. ഓക്കെ, അന്നേരം ജക്കോബിയനും കിട്ടി. ഇനി നമുക്ക് യുവിലോട്ടും വിയിലോട്ടും അല്ലേ കൺവേർട്ട് ചെയ്തത്, അന്നേരം യുവിൻ്റെയും വിയുടെ ലിമിറ്റ് വേണം. അതിന് നമുക്ക് കിട്ടിയത് എക്സ് മൈനസ് വൈക്ക് വി എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എക്സ് പ്ലസ് വൈക്ക് യു എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അന്നേരം നമുക്ക് അവിടെ ഇക്വേഷൻസ് കിട്ടിയായിരുന്നു, v = 1, v = 0, u = 3, u = 1. അത് യു വി പ്ലെയിനിൽ മാർക്ക് ചെയ്യാൻ അറിയാമല്ലോ. ഓക്കെ, യു വി പ്ലെയിൻ ഇതാണ് യു ആക്സിസ്, ഇതാണ് വി ആക്സിസ്. ഓക്കെ, അന്നേരം u = 1 എന്ന് വെച്ചാൽ യു ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, u = 3 എന്ന് വെച്ചാൽ യു ആക്സിൽ 3 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, v = 1 എന്ന് വെച്ചാൽ വി ആക്സിസിൽ 1 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഇങ്ങനെ പോകും. ഓക്കെ, ഇനി v = 0, v = 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസ് ആണല്ലോ, അതാണ്ട് ഇത് എക്സ് ആക്സിസ് അല്ല യു ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ്, y = 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസ്, x = 0 എന്ന് വെച്ചാൽ വൈ ആക്സിസ്. അതേപോലെ തന്നെ v = 0 എന്ന് വെച്ചാൽ യു ആക്സിസ്, u = 0 എന്ന് വെച്ചാൽ വി ആക്സിസ്. അന്നേരം ഇത്തരത്തിലാണ് നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ. ഇതൊരു പെർഫെക്റ്റ് റെക്റ്റാങ്കിളാണ്. ഫ്യൂബിനി തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലിമിറ്റ് കിട്ടുമോ, സ്റ്റെപ്പ് പോലും വരയ്ക്കേണ്ട കാര്യമില്ല, ലെങ്തും വിട്ടും എടുത്താൽ മതി. അതാണ് യുവിൻ്റെയും വിയുടെ ലിമിറ്റ്. ഇവിടെ നോക്കിയെങ്കിൽ എടുത്താൽ മതി, യുവിൻ്റെ ലിമിറ്റ് 1 to 3, വിയുടെ ലിമിറ്റ് 0 to 1. ക്ലിയർ ആണല്ലോ. വേണമെങ്കിൽ സംശയമുള്ളവർക്ക് സ്റ്റെപ്പ് വരയ്ക്കാം, സ്റ്റെപ്പ് വരച്ചാൽ ഇത് തന്നെ കിട്ടുന്നത്. ഓക്കെ, അന്നേരം യുവിൻ്റെയും വിൻ്റെയും ലിമിറ്റും കിട്ടി. അതാണ് ഈ എഴുതിയിരിക്കുന്ന യു വേരീസ് ഫ്രം 1 to 3 ആൻഡ് വി വേരീസ് ഫ്രം 0 to 1. അങ്ങനെയാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ 2 എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദിസ് വൺ ഈക്വൽ ടു ലിമിറ്റ് 0 to 1, 1 to 3. ഇതിനെ v/u എന്നാക്കിയായിരുന്നു, കാര്യം എക്സ് മൈനസ് വൈയുടേത് വിയും എക്സ് പ്ലസ് വൈയുടേത് യു ആണ് ട്രാൻസ്ഫോർമേഷൻ, അത് കൊടുത്തു. ഇൻറ്റു മോഡ് ജക്കോബിയൻ അവിടെ കിട്ടിയിട്ടുണ്ട് -1/2 ആണ്, അതിൻ്റെ മോഡുലസ് ഇൻറ്റു du/dv. ഓക്കെ, മോഡ് -1/2 വെച്ചാൽ 1/2 ആണല്ലോ, അതിനെ അങ്ങ് പുറത്ത് മാറ്റി. ഓക്കെ, ആദ്യം du-ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. du-ൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ v കോൺസ്റ്റൻറ്റ്, 1/uൻ്റേത് ലോഗ് മോഡ് u, ലിമിറ്റ് 1 to 3 dv. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 v ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 3 മൈനസ് ലോവർ ലിമിറ്റ് ലോഗ് 1 dv. ലോഗ് 1 0 ആണല്ലോ, അന്നേരം അതങ്ങ് പോകും. ബാക്കി ലോഗ് 3 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ അങ്ങെടുത്ത് പുറത്ത് മാറ്റി. അന്നേരം ലോഗ് 3/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 v dv എന്ന് വരും. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ഇൻ്റഗ്രൽ v ആണല്ലോ ചെയ്യാനുള്ളത്. ഇൻ്റഗ്രൽ v കാര്യം അവിടെ നിന്ന് ലോഗ് 1 0 ആയി, ലോഗ് 3 അങ്ങ് പുറത്ത് മാറ്റി. ബാക്കി ഇൻ്റഗ്രൽ v dv ആണ്. വിയുടെ ഇൻ്റഗ്രൽ v²/2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, v²/2. അതിന് ലിമിറ്റ് കൊടുക്കുന്നു 0 to 1. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു 1/2, ലോവർ ലിമിറ്റ് 0 ആയി പോകും. അന്നേരം 1/2 ഇൻറ്റു 1/2 1/4 ലോഗ് 3 എന്ന് വരും. ഇതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r e raised to x y dA where r is the region enclosed by the lines y = 1/2x and y = x and the hyperbolas y = 1/x and y = 2/x. അന്നേരം ഇവിടെ തന്നിരിക്കുന്ന ലൈനും ഹൈപ്പർബോളയും കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഒരു ഫിഗറാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഫിഗർ ഉപയോഗിച്ച് ഈ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഏകദേശം ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസൊക്കെ ചെന്ന് വരയ്ക്കുന്നു. അപ്പം ഇത് 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ 2 ക്രോസ് ചെയ്യണ്ടല്ലോ. ഇതിപ്പോൾ y = mx ഫോമിലല്ലേ കിടക്കുന്നത്. y = mx, y = mx എന്നുള്ള ഫോമിൽ കിടക്കുന്നത്. y = mx ആകുമ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ, അതാണ് ഈ വരച്ചിരിക്കുന്ന സാധനം. ഒറിജിനിൽ കൂടെ പാസ് ചെയ്തിരിക്കുന്ന സ്ട്രൈറ്റ് ലൈൻ y = mx. ഓക്കെ, ഇനി അടുത്തത് ഹൈപ്പർബോള എന്നിരിക്കുന്നത് y = k/x ഫോമിലുള്ളത്. y = k/x ഫോം, അത്തരത്തിലുള്ള k/x ഫോമിലാണ് ഹൈപ്പർബോള വരുന്നതെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് ഒരു പ്രോബ്ലം നമ്മൾ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ സെക്ഷനിൽ ചെയ്തായിരുന്നു. ഓക്കെ, ഏതൊരു k/x ഫോമിലുള്ള ഹൈപ്പർബോള വന്നു കഴിഞ്ഞാലും അതിൻ്റെ സ്കെച്ചിങ് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. k/x ഫോമിൽ വരുന്ന ഏതൊരു ഫിഗറും ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരും, ഇങ്ങനെ പോകും. അത് അവിടെ കെയുടെ വാല്യൂ അനുസരിച്ച് മാറിക്കൊണ്ട് k1 ആണെങ്കിൽ ഇങ്ങനെ വരും. കെയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഫിഗർ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ വരും. ഓക്കെ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതെ, y = 1/x ഈ ഗ്രാഫ്. y = 2/x ആകുമ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് വരും, y = 2/x. ഇനി y = 3x ആണെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് വരും, ഇങ്ങനെ വരും. ഇപ്പോൾ നമുക്ക് y = 1/x 2/x അല്ലേ ഉള്ളൂ. അന്നേരം ഈ 4 റീജൻസും വരച്ച് കഴിയുമ്പോഴത്തേക്കും 4ഉം കൂടെ ബൗണ്ട് ചെയ്ത് കിടക്കുന്ന റീജിയൻ ഈ ഒരു പോർഷൻ. ഇവിടെ നമ്മൾ സ്ട്രിപ്പ് വരച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, ബുദ്ധിമുട്ടാണ്. സ്ട്രിപ്പ് വരച്ച് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നടക്കത്തില്ല. ഓക്കെ, കുറച്ച് വളഞ്ഞ വഴിയാണ്, അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ. അത്തരത്തിലുള്ള കേസുകളിൽ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യുന്നു. ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യാനായിട്ട് ഒരേപോലത്തെ ഇക്വേഷൻസിന് നമ്മൾ വാല്യൂ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഒരേപോലത്തെ ഇക്വേഷൻ ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ
ഈ എക്സിനെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y/x = 1/2 എന്നാവത്തില്ലേ? ഓക്കെ, ഇത് y = x, അതിനെ എക്സിനെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y/x = 1 എന്ന് വരത്തില്ലേ? ഓക്കെ, ഇപ്പോൾ y/x-ൻ്റെ ടേമായി y/x. അന്നേരം y/x-ന് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം, u-എന്നോ v-എന്നോ ഏതെങ്കിലും കൊടുക്കുക. ഇനി അടുത്ത ഇക്വേഷൻ y = 1/x, y = 2/x. ഓക്കെ, വേരിയബിൾസ് എല്ലാം ഒറ്റ സൈഡിലാക്കണം, അതാണ് ചെയ്യാനുള്ളത്. ഈ എക്സിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ പോലെ രണ്ടിടത്തും. അന്നേരം xy = 1 എന്നും അടുത്തത് xy = 2 എന്നും ആവത്തില്ലയോ? ഓക്കെ, അന്നേരം xy = എന്നുള്ള ഇക്വേഷനായി. അന്നേരം ഇവിടെ u ആണ് കൊടുത്തതെങ്കിൽ ഈ xyക്ക് എന്ത് കൊടുക്കുക? v എന്ന് കൊടുക്കുക. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ഇത്രയേ ഉള്ളൂ സംഗതി, വളരെ ഈസിയാണ്. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തെഴുതി, ക്വസ്റ്റ്യൻ ഒന്ന് അറേഞ്ച് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതി. അതായത് എക്സിൻ്റെ വൈൻ്റെ ടേമിനെ ഒരു സൈഡിലാക്കി എഴുതി, ഒരേ ഫോമിലാക്കി എഴുതി, y/x, y/x, xy, xy. അങ്ങനെയെങ്കിൽ അവിടെ ട്രാൻസ്ഫോർമേഷൻസ് കൊടുക്കുന്നു. ട്രാൻസ്ഫോർമേഷൻ ഞാൻ y/x-ന് u എന്നും xyക്ക് v എന്നും കൊടുത്തു. അന്നേരം ഇക്വേഷൻസ് ഇങ്ങനെ വരും: u = 1/2, u = 1, v = 1, v = 2. ഓക്കെ, അത് ഇവിടെ കൊടുത്തത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. y/x-ന് u എന്നാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു, അത് u എന്ന് കൊടുത്തു. ഇവിടെ v എന്നാണെങ്കിൽ അവിടെ v എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുത്തതാണ് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. അന്നേരം നമുക്ക് യു വി പ്ലെയിനിൽ കുറേ ലൈൻസ് കിട്ടും. ഓക്കെ, ആ ലൈൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതിൽ നമ്മുടെ ഫോമുല അനുസരിച്ച് ഇങ്ങനെ വരും: ഇൻ്റഗ്രൽ ഇക്വേഷൻ ∬R e⁻⁴ ∬S e⁻⁴ xy v എന്നല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്, മുകളിലുണ്ട്. ഓക്കെ, അതിന് v എന്ന് കൊടുത്തു. ഇൻറ്റു ഡി എ എന്ന് വെച്ചാൽ എന്താണ്? ജക്കോബിയൻ ഇൻറ്റു ഡി എ യു വി, മോഡ് ജക്കോബിയൻ ഇൻറ്റു ഡി എ യു വി, അതായത് ഡി യു ഡി വി. ഇക്വേഷൻ നമ്പർ 2 ഈ ജക്കോബിയൻ വാല്യൂറ്റി ആണ്. അതിന് നമ്മൾ കൊടുത്ത ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതെടുക്കുന്നു. u = y/x, v = xy. അതിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും ടേം കണ്ടുപിടിക്കണം. എക്സ് ഇൻ ടേംസ് ഓഫ് യു വി കണ്ടെത്തണം, വൈ ഇൻ ടേംസ് ഓഫ് യു വി കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ട് മറ്റേതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. തൊട്ട് മുമ്പത്തെ പോലെ സബ്ട്രാക്റ്റിങ് ആഡിങ് നടക്കത്തില്ല അവിടെ. ഓക്കെ, അന്നേരം ഈ ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ കിട്ടുന്നു. y = v/x എന്ന് എഴുതാമല്ല, ആ സാധനം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, വൈയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരും? വൈക്ക് കൊടുക്കാൻ പോകുന്നത് v/x എന്നാണ്. അന്നേരം v/x / x, അന്നേരം v/x² എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് x² = v/u എന്ന് വരത്തില്ലയോ? അതിൽ നിന്ന് x √v/u എന്ന് വരും. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ആ എക്സിൻ്റെ വാല്യൂ എടുത്ത് നമ്മൾ y = അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? v/x എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ല. ആ എക്സിൻ്റെ വാല്യൂ ഡിനോമിനേറ്ററിൽ കൊടുക്കുക. അന്നേരം v/ആ എക്സിൻ്റെ വാല്യൂ, v/ആ എക്സിൻ്റെ വാല്യൂ. അന്നേരം y = v/x-ൻ്റെ വാല്യൂ √v/u. √v/u √v/√u എന്ന് എഴുതാമല്ല. റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്ക് √u അങ്ങ് മേളിൽ പോവും. അതാണ് v √u /√v എന്ന് വരും. അതിൽ ഈ ഒരു വിയും √vയും ക്യാൻസൽ ആകുമ്പോൾ മേളിലൊരു √v വരും. ഓക്കെ, അന്നേരം √v × √u, √a × √b, √ab എന്ന് എഴുതാം, √vu എന്ന് എഴുതാം. അന്നേരം വൈയും കിട്ടി. അപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വിയിൽ കിട്ടിയല്ലേ. ഇനി ഇവരുടെ ഡെറിവേറ്റീവ്സ്, എക്സിനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, എക്സിനെ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വൈനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വൈനെ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. എന്നിട്ട് ജക്കോബിയൻ്റെ ഫോമിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം എക്സിനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതിനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ √x 1/2 √x ഇൻറ്റു v/uൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് യുവിലാണ് ചെയ്യേണ്ടത്, ഓർമ്മ വേണം. അന്നേരം v കോൺസ്റ്റൻ്റ് ആണ്, ബാക്കിയുള്ളത് 1/u ആണ്. 1/uൻ്റെ ഡെറിവേറ്റീവ് -1/u². ഓക്കെ, അത് അറേഞ്ച്മെൻറ്റാണ് അടുത്ത ചെയ്തിരിക്കുന്നത്. എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? 1/2 ഇതിനെ √v/√u എന്ന് എഴുതാമല്ല. ഓക്കെ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ √u അങ്ങ് മേളിൽ പോവും. ഓക്കെ, അന്നേരം √u ഇനി ഇവിടെ u കാണത്തില്ല, 2√v ഇൻറ്റു -v/u² എന്ന് വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഈ ഒരു വിയും ഇതിൽ നിന്നൊരു √vയും പോയി കഴിഞ്ഞാൽ ഇവിടെ മേളിലൊരു √v വരും. -√v √u താഴെ 2u² ഉണ്ടല്ലോ, u²ന് u × u എന്ന് എഴുതാമല്ല. ഓക്കെ, അതിൽ ഒരു യുവിനെ ഞാൻ √u × √u എന്ന് എഴുതും. മാക്സിമം ടേംസ് ക്യാൻസലാക്കി കളയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 2u × √u അതിൽ നിന്നൊരു √u ക്യാൻസലായി. ബാക്കി -1/2u ഇൻറ്റു ഈ റൂട്ടുള്ള ടേമിനെ രണ്ടിനെ ഒരുമിച്ചാക്കുന്നു, √v/u എന്ന് എഴുതി. ഓക്കെ, അന്നേരം ∂x/∂u കിട്ടി. അതുപോലെ തന്നെ ∂x-നെ ∂v-യിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. v-യിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനെ v-യിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരും? √x × 1/2 √x ഇൻറ്റു v-യിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. v-യിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്
വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/u കോൺസ്റ്റൻറ്റ്. ഓക്കെ, വി ബൈ യുവിനെ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/u കോൺസ്റ്റൻറ്റ്, ബാക്കി വിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് വരും, അതായത് 1/u തന്നെ വരും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ പോലെ റൂട്ട് വി ബൈ യുവിനെ റൂട്ട് വി ഡിവൈഡ് ബൈ റൂട്ട് യു എന്ന് എഴുതാം, ഇൻറ്റു 1/u. അന്നേരം അങ്ങനെ വരും. ഈ റൂട്ട് യുവും അതിൽ നിന്ന് യുയിൽ നിന്നൊരു റൂട്ട് യുവും പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു റൂട്ട് യു മാത്രം വരും. അന്നേരം 1/2 റൂട്ട് വി റൂട്ട് യു, അന്നേരം 1/2 റൂട്ട് യു വി എന്ന് വരും. ഓക്കെ, അന്നേരം എക്സിനെ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി ഇതേപോലെ വൈനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഇനി എൻ്റെ സഹായം വേണ്ടല്ലോ, വൈനെ യുവിൽ ചെയ്യാൻ അത് എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. വൈനെ വിയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അത് ഇങ്ങനെ വരും, 2 എണ്ണം വരും. ഓക്കെ, അതെല്ലാം കൂടെ നമ്മുടെ ഫോമുല ജക്കോബിയൻ എക്സ് യു എക്സ് വി വൈ യു വൈ വി, എക്സ് യു കിട്ടി, എക്സ് വി കിട്ടി, വൈ യു കിട്ടി, വൈ വി കിട്ടി, അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇവ തമ്മിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യുമ്പം ഒരു മൈനസ് ഉണ്ട്, 1/2u ഇൻറ്റു 1/2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/4u എന്ന് വരും, ഇൻറ്റു റൂട്ട് വി ബൈ യു ഇൻറ്റു റൂട്ട് യു ബൈ വി. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ക്യാൻസലായി പോവും, അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. മൈനസ് ഇനി ഇവ തമ്മിൽ അവിടെ നമ്പറുണ്ട് 1/2 1/2 1/4 എന്ന് വരും, ഇൻറ്റു 1/√u v ഇൻറ്റു 1/, റൂട്ട് വി ബൈ യു. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഇത് റൂട്ട് വി ഡിവൈഡ് ബൈ റൂട്ട് യു എന്ന് എഴുതാം, ഇത് റൂട്ട് യു ഡിവൈഡ് ബൈ റൂട്ട് വി എന്ന് എഴുതാം. മുകളിലുള്ള റൂട്ട് വി ക്യാൻസൽ, ഇവിടെ ആണ് ഈ റൂട്ട് യു ക്യാൻസൽ, ബാക്കി -1/4u. ഇനി ഇവിടെ അതുപോലെ തന്നെ മുകളിലുള്ള റൂട്ട് വിയും താഴെ റൂട്ട് വി ഉണ്ട്, അത് ക്യാൻസലായി പോകും. അതായത് താഴെ റൂട്ട് യു ഇൻറ്റു റൂട്ട് യു വരും, u² എന്ന് വരും. അതാണ് 1/4, റൂട്ടിനകത്താണ് u², അന്നേരം റൂട്ടിനകത്ത് u² ആകുമ്പോൾ അത് യു എന്ന് വരും. 2 -1/4u -1/4u, അതായത് -2/4u എന്ന് വരും. 2ഉം 4 ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് -1/2u എന്ന് വരും. ഇതാണ് ജക്കോബിയൻ. ക്ലിയർ ആണല്ലോ. ഇനി ഈ ജക്കോബിയൻ ഉപയോഗിച്ച് നമുക്ക് ഇൻ്റഗ്രേഷനാണ്. അതിന് ആദ്യം ലിമിറ്റ് വേണം. ലിമിറ്റ് കണ്ടെത്താനായിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മളിവിടെ ട്രാൻസ്ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ട്രാൻസ്ഫോം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കണ്ടേ ഈ 4 ലൈൻസാണ്. ഈ 4 ലൈൻസാണ് വരച്ചത്. യു ആക്സിസിൽ 1/2ലൂടെയും 1ലൂടെയും പാസ് ചെയ്യുന്ന ലൈൻ, വി ആക്സിസിൽ 1ലൂടെയും 2ലൂടെയും പാസ് ചെയ്യുന്ന ലൈൻ. അന്നേരം ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. അതാണ് ഈ സാധനം. ഓക്കെ, ഓരോ ലൈനും വരച്ചു. ഈ റെക്റ്റാങ്കിൾ ആകുമ്പോഴത്തേക്ക് ഫ്യൂബിനി തിയറം അനുസരിച്ച് ഇതിൻ്റെ ലെങ്തും വിഡ്ത്ത് കൊടുത്താൽ മതിയല്ലോ. അതാണ് ഹൈറ്റ്. അതായത് യുവിൻ്റെ ലിമിറ്റ് 1/2 തൊട്ട് 1 വരെ, വിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് 1 തൊട്ട് 2 വരെ. ഓക്കെ, അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. യു വേരീസ് ഫ്രം വി വേരീസ് ഫ്രം. അങ്ങനെയെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ദിസ് 1 ഈക്വൽ ടു ഇക്വേഷൻ 2-നകത്തോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കിപ്പോൾ കിട്ടിയ ലിമിറ്റ് വിൻ്റെ ലിമിറ്റ് 1 to 2, യുവിൻ്റെ ലിമിറ്റ് 1/2 to 1 ഇൻറ്റു ഇ റൈസ് ടു വി. അതറിയാമല്ലേ, എക്സ് വൈക്ക് വി എന്നാണ് ട്രാൻസ്ഫോർമേഷൻ. അന്നേരം ഇ റൈസ് ടു വി ഇൻറ്റു മോഡ് ജക്കോബിയൻ ഇപ്പം കിട്ടി -1/2u ഇൻറ്റു ഡി യു ഡി വി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മോഡുലസ് മാറ്റുമ്പോഴത്തേക്ക് മൈനസ് പ്ലസ് ആവും. ബാക്കി 1/2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ അങ്ങ് പുറത്തെടുത്തു. പിന്നെ ഒരു 1/u ഉണ്ട്, അതാണ് ഈ എഴുതിയിരിക്കുന്നത് ഇ റൈസ് ടു വി ബൈ യു ഡി യു ഡി വി. ഇനി നമുക്ക് ആദ്യം യുവിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇ റൈസ് ടു വി കോൺസ്റ്റൻ്റ് അതിനെ മാറ്റി നിർത്തി 1/uൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് യു ലിമിറ്റ് 1/2 to 1 dv എന്ന് വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ log 1 മൈനസ് log 1/2 dv എന്ന് വരും. ബാക്കി ചേഞ്ച് ഒന്നുമില്ല. log 1 0 ആണല്ല, ബാക്കി -log 1/2 വരും. ഓക്കെ, ആ -1/2 log v ഞാൻ അങ്ങ് പുറത്തെടുത്തു, കോൺസ്റ്റൻറ്റ്. ബാക്കി ഇനി എന്തോ ഉണ്ട്, ഇൻ്റഗ്രൽ 1 to 2 ഇ റൈസ് ടു വി dv എന്ന് വരും. ഇ റൈസ് ടു വിയുടെ ഇൻ്റഗ്രൽ എന്താണ്, ഇ റൈസ് ടു വി തന്നെയാണ്, അതാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇ റൈസ് ടു വിയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു വി തന്നെയാണ്, ലിമിറ്റ് 1 to 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് ചെറിയൊരു ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ സംഗതി എന്നറിയാം. log 1ൻ്റെത് 0, ബാക്കി -log 1/2 ആണല്ലോ. ഈ log 1/2 log a ബൈ ബി log a മൈനസ് log b എന്ന് എഴുതാമല്ലോ. അന്നേരം log 1 മൈനസ് log 2 എന്ന് എഴുതിക്കൂടെ, അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. log a ബൈ ബി അപ്ലൈ ചെയ്തു. അന്നേരം വീണ്ടും log 1 0 ആവത്തില്ലേ, ബാക്കി -log 2. ഓക്കെ, -log 2. പിന്നെ ഇ റൈസ് ടു വിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അന്നേരം ഇ റൈസ് ടു 2 മൈനസ് ഇ റൈസ് ടു 1 എന്ന് വരും. ഓക്കെ, അന്നേരം ഈ 2 മൈനസ് കൂടെ പ്ലസ് ആവും. ബാക്കി 1/2 ഇൻറ്റു
ഇ സ്ക്വയർ മൈനസ് ഇ ഇൻറ്റു ലോഗ് 2 എന്ന് വരും. ഇതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ? വളരെ ഈസിയാണ്. കാര്യം ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരേപോലത്തെ ഇക്വേഷൻ വരുന്നതിന് ഒരെണ്ണത്തിന് യു എന്ന് പറഞ്ഞതിൻ്റെ വി എന്ന് കൊടുക്കുക. എല്ലായ്പ്പോഴും റെക്റ്റാങ്കിൾ ആയിരിക്കും കിട്ടുന്നത്, യു കർവും വി കർവും. ഓക്കെ, അത് വെച്ചിട്ട് ഡയറക്റ്റ് ലിമിറ്റും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. റെക്റ്റാങ്കിൾ ഉണ്ട്, ആ യുവിൻ്റെ വേരിയേഷൻ എടുക്കുക, വിയുടെ വേരിയേഷൻ എടുക്കുക, അപ്ലൈ ചെയ്യുക. ജക്കോബിയൻ കണ്ടുപിടിക്കുന്നൊരു പാടേ ഉള്ളൂ. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോർമുല ഫോർ ട്രിപ്പിൾ ഇൻ്റഗ്രൽസ്. നമ്മൾ ഇതിൻ്റെ സെയിം കേസ് ഡബിൾ ഇൻ്റഗ്രൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതേ കാര്യം തന്നെയാണ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഞാൻ അവിടെ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു, സ്ഫെറിക്കൽ കോർഡിനേറ്റിൻ്റെത്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നതാണ്. XYZ പ്ലെയിനിൽ ഏതെങ്കിലും ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ ആ റീജിയന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് UVW പ്ലെയിനിലോട്ട് മറ്റൊരു ഷേപ്പിലോട്ട് മാറ്റിയിട്ട് ആ ഷേപ്പ് ഉപയോഗിച്ച് ഇൻ്റഗ്രൽ കണ്ടെത്തി ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ചേഞ്ച് ഓഫ് വേരിയബിൾ ഫോർമുല പറയുന്നത്. അപ്പോൾ XYZ പ്ലെയിനിലൊരു റീജിയൻ തന്നിരിക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ആർ f(x, y, z) dv വിത്ത് റെസ്പെക്ട് ടു XYZ. അതിനെ UVW പ്ലെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ എക്സിനും വൈക്കും ഇസഡിനും നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ എന്താണോ ആ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക ഇൻ ടേംസ് ഓഫ് UV ആൻഡ് W. എക്സിന് UVWയിലുള്ള ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്നു, അതേപോലെ വൈക്കും കൊടുക്കുന്നു, ഇസഡിനും കൊടുക്കുന്നു. ഇത് നോർമൽ കേസ്. ഇനി ഈ DV ചേഞ്ച് ചെയ്യുന്നതിനകത്താണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, DV എന്ന് പറയുന്നത് ഡയറക്റ്റ് DV ഇൻ ടേംസ് ഓഫ് UVW എന്നല്ല ആവുന്നത്. ഓക്കെ, അവിടെ ഈ ഇൻ്റഗ്രൽസ് ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ, ചേഞ്ച് ഓഫ് വേരിയബിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ ജക്കോബിൻ്റെ മോഡുലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇൻ്റഗ്രൽ ഈക്വൽ ആവൂ. അതായത് DV എന്ന് പറയുന്ന സാധനം എന്തിന് ഈക്വലാണ്? മോഡ് ജക്കോബിയൻ ഇൻറ്റു DVക്ക് ഈക്വലാണ്. ഓക്കെ, ഇവിടുത്തെ DVയും വ്യത്യാസമുണ്ട്. ഇവിടെ വിത്ത് റെസ്പെക്ട് XYZ ആണെങ്കിൽ ഇവിടെ നമ്മളുടെ പുതിയ സ്പേസ് ഏതാണ്? UVW പ്ലെയിനാണ്. അന്നേരം വിത്ത് റെസ്പെക്ട് DU, DV, DW ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 സ്പേസിൽ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് പുതുമകളൊന്നുമില്ല. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. അതിന് മുമ്പ് ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് 1-2 ട്രാൻസ്ഫോർമേഷൻ അറിയണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തരത്തില്ല, ഒന്ന് അറിഞ്ഞിരിക്കണം. അതായത് ഒരു എലിപ്സോയിഡ്, നമുക്ക് എലിപ്സോയിഡിൻ്റെ ക്വസ്റ്റ്യൻ തരും. XYZ പ്ലെയിനിൽ എലിപ്സോയിഡ് തരും. ആ എലിപ്സോയിഡിനെ നമ്മൾ UVW പ്ലെയിനിലോട്ട് മാപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഒരു സ്യൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്ത് UVW പ്ലെയിനിലോട്ട് മാപ്പ് ചെയ്യണം. ഓക്കെ, അത്തരത്തിൽ ഏത് ട്രാൻസ്ഫോർമേഷനാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഏതൊരു എലിപ്സോയിഡ് എന്ന് കഴിഞ്ഞാലും ആ എലിപ്സോയിഡിനെ UVW പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് സ്ഫിയറിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അങ്ങനെ സ്ഫിയർ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ആ എലിപ്സോയിഡിൻ്റെ എക്സിനും വൈക്കും ഇസഡിനും എന്ത് ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട നോട്ടെന്ന് പറയുന്നത്. ആ നോട്ടം ശ്രദ്ധിക്കുക. അതായത് 2 രീതിയിൽ നമുക്ക് എലിപ്സോയിഡ് തരാം. ഒന്ന് x²/a² + സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലൊരു എലിപ്സോയിഡാണ് തരുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്ഫിയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. K റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ x = AU, y = BV, z = CW. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കണം, മറന്നു പോകരുത്. വളരെ ഈസിയാണ്, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ ഈ എലിപ്സോയിഡിൻ്റെ എക്സിനും വൈക്കും ഇസഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ സാധനം കിട്ടും, വേറെ ഒന്നുമില്ല. ഓക്കെ, ആ ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞിരിക്കും. ഇനി എലിപ്സോയിഡ് ഈ രീതിയിൽ തരാം. a² x² + b² y² + e² z² = k². ഇത്തരത്തിലാണ് എലിപ്സോയിഡ് തരുന്നതെങ്കിലും എലിപ്സോയിഡ് ഏത് തന്നെയായാലും അത് ട്രാൻസ്ഫോം ചെയ്യുന്നത് സ്ഫിയറിലോട്ട് തന്നെയാണ്. ആ ട്രാൻസ്ഫോർമേഷന് ചെറിയ വ്യത്യാസം വരും. ട്രാൻസ്ഫോർമേഷൻ ഈ x = നേരത്തെ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഡിവിഷൻ വരും. x = u/a, y = v/b, z = w/c എന്ന് വരും. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്കിതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 1-2 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി റീജിയൻ G എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സോയിഡ്. ഒരു എലിപ്സോയിഡ് തന്നിട്ടുണ്ട്. എലിപ്സോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, എക്സാമിന് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോമുല വോളിയം V = G dV എന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഈ എലിപ്സോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ നമ്മളൊന്ന് UVW പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, മറ്റൊരു ഷേപ്പായിട്ട് മാറ്റുന്നു. ഏതാണ്ട് ദാറ്റ് ഷേപ്പ് ഈസ് സ്ഫിയർ. ഓക്കെ, സ്ഫിയറിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്.
ആ സ്ഫിയർ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കൊടുക്കേണ്ട സ്യൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻ, അതാണ് ഞാൻ തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ രീതിയിലാണ് എലിപ്സോയിഡ് തന്നിരിക്കുന്നത്. അന്നേരം ഇതാണ് അവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന എലിപ്സോയിഡിനെ ഇത്തരത്തിലൊരു സ്ഫിയറിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വോളിയം ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഡി വി ആണ്. ഈ ഡി വി എന്ന് വെച്ചാൽ എന്താ സംഭവം? ഡി വി എന്ന് വെച്ചാൽ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു, ഡി വി എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡി വി എന്ന് വെച്ചാൽ എന്തിന് ഈക്വലാകും? മോഡ് ജക്കോബിയൻ ഇൻറ്റു ഡി വിക്ക് തുല്യമാകും. ഇവിടെ ഡി വി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് വൈ സെഡ് ആണെങ്കിൽ ഇവിടെ ഡി വി എന്ന് പറയുന്നത് നമ്മളുടെ പുതിയ സ്പേസ് UVW ആണ്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരുന്നോണം. അന്നേരം ആദ്യം നമുക്കിതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ച് ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് ഇസ് ഈക്വൾ ടു AU, വൈ ഇസ് ഈക്വൾ ടു BV, ഇസഡ് ഈക്വൾ ടു CW ആണ്. ഈ തന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മളുടെ തന്നിരിക്കുന്ന എലിപ്സോയിഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എലിപ്സോയിഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ എക്സിന് വേറെ AU കൊടുക്കും. എക്സിന് ഒരു AU കൊടുക്കുമ്പോൾ A² ഡിവൈഡഡ് ബൈ A² എന്ന് വരും, ശരിയല്ലേ? പ്ലസ് വൈക്ക് വരും BV കൊടുക്കുന്നു. അതിനെയും സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് B² ഡിവൈഡഡ് ബൈ B² എന്ന് വരും. പ്ലസ് ഇസഡിന് വരെ എന്താ കൊടുക്കുന്നു? CW കൊടുക്കുന്നു. അതെന്താ ഇവിടെ കൊടുക്കുന്നു? അവിടെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് C² ഡിവൈഡഡ് ബൈ C² വിച്ച് ഈസ് ഈക്വൾ ടു 1 എന്ന് വരും. C² A² ക്യാൻസൽ ആയി പോകും. ബാക്കി U² പ്ലസ് V² പ്ലസ് W² ഈക്വൾ ടു 1 എന്ന് വരും. ഓക്കെ, നമ്മളുടെ ഇവിടുത്തെ റേഡിയസ് എന്താണോ അതായിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, അന്നേരം ഇത്തരത്തിലൊരു 1 റേഡിയസ് ഉള്ളൊരു എലിപ്സോയിഡിനെ 1 റേഡിയസ് ഉള്ളൊരു സ്ഫിയറിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇനി ഈ സ്ഫിയർ വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ട്രാൻസ്ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾ ഇവിടെ ഉണ്ടല്ലോ. ഈ ചേഞ്ച് ഓഫ് വേരിയബിൾ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ജക്കോബിയൻ വാല്യൂറ്റി ആണ്. അതായത് നമ്മളുടെ ഫോമുല, വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോമുല ഇങ്ങനെ മാറും. അത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. വോളിയം V is equal to ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ S മോഡ് ജക്കോബിയൻ ഇൻറ്റു DV വിത്ത് റെസ്പെക്ട് ടു UVW. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ജക്കോബിയൻ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ജോലി. ഓക്കെ, ജക്കോബിയൻ കണ്ടെത്താൻ നമുക്കറിയാം ഡോ XYZ ഡിവൈഡഡ് ബൈ ഡോ ഓഫ് UVW ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? എക്സിനെ യുവിലും വിയിലും ഡബ്ല്യൂയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ വൈനെ യുവിലും വിയിലും ഡബ്ല്യൂയിലും, പിന്നെ ഇസഡിനെ യുവിലും വിയിലും ഡബ്ല്യൂയിലും. അതാണ് ഈ എഴുതിയിരിക്കുന്ന സാധനം. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയാമല്ല. അവിടെ എക്സ് കൂടെ ഉണ്ട്. അതിനെ യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ A എന്ന് വരും. പിന്നെ വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. വി ഇല്ല, ഡബ്ല്യു ഇല്ല. അതുകൊണ്ട് വിൻ്റെ ഡബ്ല്യൂവിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. സിമിലർലി അതുപോലെ തന്നെ വൈൻ്റെ ടേമിനകത്ത് യു ഇല്ല, ഡബ്ല്യു ഇല്ല. അന്നേരം യുവിലും ഡബ്ല്യൂയിലും ഡെറിവേറ്റീവ് എന്തോ ആയിരിക്കും? 0 ആയിരിക്കും. വിയിലുള്ള ഡെറിവേറ്റീവ് B എന്ന് വരും. സിമിലർലി ഇസഡിൻ്റെത് CW ആണ്. അത് ഡബ്ല്യൂവിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. ഡബ്ല്യൂവിൻ്റെ ഡെറിവേറ്റീവ് C വരും. ഇതിന് രണ്ട് ഡെറിവേറ്റീവ് 0 ആയി പോകും. ഓക്കെ, അതാണ് ഇത് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഡിറ്റർമിനൻ്റ് വാല്യൂറ്റി അറിയാമല്ലോ. ഫസ്റ്റ് എയുടെ ടേം മാത്രം എടുത്താൽ മതി, ബാക്കിയൊക്കെ 0 അല്ലേ. ഓക്കെ, അന്നേരം A ഇൻറ്റു അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് താഴെയുള്ളത് മാറ്റിയാൽ മതി. എന്നിട്ട് ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് എന്താ വരും? B ഇൻറ്റു CBC മൈനസ് 0. അത് A ഇൻറ്റു BC, അത് ABC എന്ന് വരും ജക്കോബിയൻ. ഓക്കെ, ആ സാധനം എടുത്ത് നമ്മൾ തൊട്ട് മുമ്പത്തെ ആ ഇക്വേഷൻ 2 ജക്കോബിയൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മോഡൽസ് എടുക്കുക. അവിടെ പോസിറ്റീവ് ആയിട്ട് മോഡൽസ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. Therefore equation 2 implies triple integral over S ABC into dV with respect to UVW. ABC കോൺസ്റ്റൻ്റ് ആണ്, അതിനെ അങ്ങ് പുറത്ത് മാറ്റുന്നു. ബാക്കി ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി വി എന്ന് വരും. എന്താണ് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ഏതാണോ റീജിയൻ ആ റീജിയൻ. യെസ്, ഓക്കെ. എസ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? UVW പ്ലെയിനിലെ റീജിയൻ സ്ഫിയറാണ് ഇവിടെ. ഓക്കെ, കാര്യം ഇവിടെ വേരിയബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, കോൺസ്റ്റൻറ്റ് മാത്രമായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. വേരിയബിൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നമ്മൾ ലിമിറ്റ് കണ്ടെത്തി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി വി എന്ന് പറയുന്നത് വോളിയം എൻക്ലോസ്ഡ് ബൈ എ സ്ഫിയർ ഓഫ് റേഡിയസ് 1 ആണ്. ഓക്കെ, റേഡിയസ് 1 ഉള്ള സ്ഫിയറാണ്. എന്താണ് ഫോമുല? 4/3 പൈ r ക്യൂബ്. r എന്ന് വെച്ചാൽ റേഡിയസ് 1 ആണ്, 1ൻ്റെ ക്യൂബ്. അന്നേരം ആൻസർ എന്തോ വരും? 4/3 പൈ ABC എന്ന് വരും. ഇതാണ് തന്നിരിക്കുന്ന എലിപ്സോയിഡിൻ്റെ വോളിയം. ക്ലിയർ ആണല്ലോ? അന്നേരം എക്സാമിനേഷന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഓക്കെ, എല്ലാവരും. ഇനി ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഗുഡ് ബൈ. താങ്ക് യു.